നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ഞാൻ നാഗഞ്ചേരി മന ജിതേന്ദ്രൻ നമ്പൂതിരി. ഈ വർഷത്തെ അതായത് 2025 ആണ്ട് ജനുവരി തുടങ്ങി ഡിസംബർ വരെയുള്ള കാലയളവിൽ 27 നക്ഷത്രങ്ങളുടെയും ഒരു ഫലപ്രവചനമാണ് നടത്താൻ പോകുന്നത്. ഇതിൽ ജാതകപ്രകാരം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. അതുമാത്രമല്ല, പരദേവതാ സംബന്ധമായിട്ടും പിതൃസംബന്ധമായിട്ടും നമ്മൾ ഈ ജന്മത്തിലോ മുൻജന്മത്തിലോ ചെയ്തിട്ടുള്ള പാപ സത്കർമ്മങ്ങളുടെ ഫലവും കാരണം ഈ ഫലപ്രവചനത്തിൽ നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതിനാൽ തന്നെ കൃത്യമായിട്ടും വസ്തുനിഷ്ഠമായിട്ടും അറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവജ്ഞനുമായി ബന്ധപ്പെട്ട് കൃത്യമായി അറിയാൻ ആദ്യമേ അഭ്യർത്ഥിക്കുന്നു. ഈ വർഷഫലം പറയുന്നതിന് മുന്നേ ഞാൻ ഇപ്പോൾ മേൽശാന്തിയായി സേവനമനുഷ്ഠിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ അതിപ്രശസ്തമായ, അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ ഗാന്ധാരി അമ്മൻ ക്ഷേത്രം. ഇവിടുത്തെ ഒരു പ്രധാന പ്രതിഷ്ഠ, ഇവിടുത്തെ എന്നല്ല കേരളത്തിലെ തന്നെ വളരെ കുറച്ച് മാത്രം തന്നെ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രതിഷ്ഠയാണ് കാലഭൈരവൻ്റേത്. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്താറുള്ളത് ഉച്ചാടനം എന്ന ക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം പരമശിവൻ്റെ ഒരു പ്രചണ്ഡ രൂപമാണ് കാലഭൈരവൻ. വിനാശകാരിയായ അല്ലെങ്കിൽ വിനാശത്തെ നിയന്ത്രിക്കുന്ന ശിവരൂപമാണ് കാലഭൈരവൻ. ഹിന്ദു മതത്തെ കൂടാതെ ജൈന, ബുദ്ധ മതങ്ങളിലും കാലഭൈരവനെ ആരാധിക്കുന്നു. കാലത്തിൻ്റെ അഥവാ സമയത്തിൻ്റെ കാവൽ ദൈവമായ കാലഭൈരവനെ ആരാധിച്ചാൽ സകലവിധ കാലദോഷങ്ങളും കഠിനമായ ദുരിതങ്ങളും അകന്ന് ദീർഘായുസ് ലഭിക്കുന്നു. സുവർണ ഭൈരവൻ എന്ന രൂപത്തിൽ സമ്പത്തും ഐശ്വര്യവും നൽകുന്നതും ഭൈരവൻ തന്നെയാണ്. ശിവൻ്റെ ഉഗ്രരൂപങ്ങളായ 8 ഭൈരവന്മാരിൽ ഒന്നാണ് കാലഭൈരവൻ. കാലഭൈരവൻ, അസിതാംഗ ഭൈരവൻ, സംഹാര ഭൈരവൻ, രൂരുഭൈരവൻ, ക്രോധഭൈരവൻ, കപാലഭൈരവൻ, രുദ്രഭൈരവൻ, ഉന്മത്ത ഭൈരവൻ. ശനിയുടെ യഥാർത്ഥ ദേവത കാലഭൈരവൻ തന്നെയാണെന്ന് ഐതിഹ്യം. മാത്രമല്ല, ശനിയുടെ ഗുരുവാണ് കാലഭൈരവൻ എന്നും ചിലയിടത്ത് പറയുന്നു. നവഗ്രഹങ്ങളെയും 12 രാശികളെയും അഷ്ടദിക് പാലകരെയും തന്നിലാക്കിയ മൂർത്തിഭാവമാണ് ഭൈരവൻ്റേത്. ഭൈരവനെ വണങ്ങിയാൽ സകല ദോഷങ്ങളിൽ നിന്നും മോചനം നേടാം. ഭൈരവ ഉപാസകരെ ശനി ഒരിക്കലും ഉപദ്രവിക്കാറില്ല.
64 മൂർത്തിഭാവങ്ങളുണ്ട് സാക്ഷാൽ കാലഭൈരവന്. കാശിയിൽ കാലചക്രത്തിനതി നിയന്ത്രിക്കുന്ന മൂർത്തിയായി കാലഭൈരവൻ വാണിരുന്നു. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഭൈരവസ്വാമിയുടെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ് നെയ്യ് അഭിഷേകം, ഘതധാര, ധാര, നെയ്വിളക്ക്. അതുമാത്രമല്ല, എല്ലാ മാസവും അഷ്ടമി നാളുകളിൽ അഷ്ടാഭിഷേകം. അത് ഏറ്റവും പ്രാധാന്യമായി തന്നെ ഭക്തജനങ്ങൾ കാണുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നു. മാത്രമല്ല, ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാട് തന്നെ ഉച്ചാടനം എന്ന ക്രിയയാണ്. സാധാരണ 1, 3, 5, 7, 9 എന്നിങ്ങനെയാണ് ഉച്ചാടനം ചെയ്യാറുള്ളത്. ആദ്യത്തെ 5 കഴിയുമ്പോൾ തന്നെ വഴിപാടുകാരന് പൂർണ്ണഫലം ലഭിക്കുന്നതായാണ് കണ്ടുവരുന്നത്. (2025) അശ്വതി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഗുരു 2-ലാണ്, രാഹു 12-ലാണ്. പലവിധ അസ്വസ്ഥതകളും ഉണ്ടായെന്നിരിക്കും. എന്നിരുന്നാലും അശ്വതി നക്ഷത്രക്കാർക്ക് അത്ര മോശമല്ലാത്ത ഗുണാനുഭവങ്ങൾ ഈ വർഷം ഉണ്ടാകാൻ ഇടയുണ്ട്. കലാ സാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വിജയസാധ്യതകൾ കാണുന്നുണ്ട്. പ്രൊമോഷൻ, ജോലി എന്നിവ ലഭിക്കാനും ഈ വർഷം സാധ്യത കാണുന്നുണ്ട്. എന്നിരുന്നാലും പരദേവതാ സംബന്ധമായിട്ടുള്ള വഴിപാടുകൾ ഏതെങ്കിലും മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഫലങ്ങൾ കിട്ടുകയുള്ളൂ. ഭരണി നക്ഷത്രം 2025 ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഫലം. കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം അനുകൂല സമയമാണ്. പ്രൊമോഷന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത്. പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി, അതായത് ഉന്നത പഠനത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്കോ അല്ലെങ്കിൽ വിദേശത്ത് പോകാനായിട്ട് പരിശ്രമിക്കുന്നവർക്കോ ഒക്കെ ഈ വർഷം വളരെ നല്ല സമയമാണ്. അത് കിട്ടാനുള്ള ഒരു യോഗവും കാണുന്നുണ്ട്. ഭൂസ്വത്ത്, അതായത് പിതൃസംബന്ധമായിട്ടുള്ള സ്വത്തുക്കൾ കിട്ടുവാനും ഈ വർഷം യോഗം കാണുന്നുണ്ട്. എന്നിരുന്നാലും ഭദ്രകാളിക്ക് പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഗുരുസി ഇവ നൽകുന്നത് വളരെ ഉത്തമമായി കാണുന്നുണ്ട്. മാത്രമല്ല, ഹനുമാൻ സ്വാമിക്ക് വടമാല നൽകുക, പരമശിവന് കൂവളമാല സമർപ്പിക്കുക, ഇവയൊക്കെ ഭരണി നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ വഴിപാടുകളാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് 2025 അത്ര മോശമായിട്ടുള്ള ഫലങ്ങൾ ആയിരിക്കുകയില്ല. നമുക്ക് നേരത്തെ കിട്ടാനിരിക്കുന്ന പല കാര്യങ്ങളും ഈ വർഷം അവർക്ക് കിട്ടാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. തൊഴിൽപരമായിട്ടുള്ള പ്രൊമോഷൻ, വിദേശത്ത് പോകുന്നവർക്ക് അതിനുള്ള യോഗം. മാത്രമല്ല, വിവാഹം, അനവധി വർഷങ്ങളായി വിവാഹം നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് വിവാഹം നടക്കുവാനുള്ള യോഗം. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത ശ്രേണിയിലെത്താനുള്ള ഒരു യോഗം എന്നിവയൊക്കെ ഈ കാർത്തിക നക്ഷത്രത്തിന് ഈ വർഷം കാണുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഭൈരവസ്വാമിക്ക് ഭസ്മാഭിഷേകം നടത്തുന്നതും ശ്രീകൃഷ്ണ ഭഗവാന് തുളസിഹാരം ചാർത്തുന്നതും കദളിപ്പഴം നേദ്യം കൊടുക്കുന്നതിന് ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി കൊടുക്കുന്നതും ഉത്തമമായി കാണുന്നുണ്ട്. രോഹിണി നക്ഷത്രം ജന്മത്തിൽ തന്നെയാണ് വ്യാഴം. അതിനാൽ തന്നെ പഠിച്ച് ഉയരും എന്നാണ്. അതായത് വിദ്യാസംബന്ധമായത്, അതായത് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ രോഹിണി നക്ഷത്രം 2025. വിദേശത്ത് പോകുവാനുള്ള യോഗം, അതായത് പഠനത്തിലൂടെ, ഉപരിപഠനത്തിലൂടെ വിദേശത്ത് പോകുവാനുള്ള യോഗം, സ്ഥാനക്കയറ്റത്തിന് വേണ്ടി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഫലപ്രാപ്തിക്കുള്ള സമയം ഒക്കെയാണ് ഈ 2025. ഏറെ നാളായി വിവാഹം നടക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹത്തിനുള്ള ഒരു സമയം കൂടിയാണ്. പുതിയ ഗ്രഹനിർമ്മാണത്തിനും ഈ വർഷം അനുയോജ്യമായ സമയമാണ്. എന്നിരുന്നാലും ശിവനെ പ്രീതിപ്പെടുത്തുന്നതും ശ്രീകൃഷ്ണനെ പ്രീതിപ്പെടുത്തുന്നതും ഉത്തമമായി കാണുന്നുണ്ട്. മാത്രമല്ല, ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി, ഭൈരവസ്വാമിക്ക് ഉച്ചാടനം എന്നിവ ഏറ്റവും അനുയോജ്യമായ വഴിപാടുകളാണ്. മകേര നക്ഷത്രക്കാർക്ക് 2025 വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണ്. സർവ്വകാര്യങ്ങളിലും സർവ്വവിജയം ലഭിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് മകേരം. ഇതിൽ
പിതൃസംബന്ധമായിട്ടോ അല്ലെങ്കിൽ പരദേവതാ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ ചെയ്ത പാപപുണ്യ ഫലങ്ങളുടെ ഫലമായിട്ടോ ഏറ്റക്കുറച്ചിലുകൾ അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അത് ഒരു ദൈവജ്ഞനുമായി കണ്ട് അതിനുള്ള പരിഹാരം എടുത്തു കഴിഞ്ഞാൽ മകയിര നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ നല്ല സമയമാണ്. എല്ലാ കാര്യത്തിലും ഇത് പ്രത്യേകം എണ്ണം അക്കമിട്ട് പറയേണ്ട ഒരു ആവശ്യമില്ല. മകയിര നക്ഷത്രക്കാർക്ക് പൊതുവേ 2025 വളരെ ഒരു നല്ല സമയമാണ്. ഏറെ നാളായി നമ്മൾ ആഗ്രഹിക്കുന്ന പല നല്ല കാര്യങ്ങളും ഈ 2025 മകയിര നക്ഷത്രക്കാർക്ക് നേടിയെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ 2025. പൊതുവെ പറയുകയാണെങ്കിൽ വിവാഹ തടസ്സങ്ങൾ നീങ്ങി പുതിയ ബിസിനസ് ആശയങ്ങൾ തുടങ്ങാനും വസ്തു സംബന്ധമായിട്ടോ അല്ലെങ്കിൽ പുതിയ ഗൃഹനിർമ്മാണ സംബന്ധമായിട്ടുള്ള ആശയങ്ങൾ അവരുടെ മനസ്സിൽ വരികയും അതിന് വേണ്ടി പ്രയത്നിക്കുകയും ഈ വർഷം അവസാനം തന്നെ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു കാലയളവാണ് മകയിര നക്ഷത്രക്കാർ. എന്നിരുന്നാലും പരദേവതയെ പ്രീതിപ്പെടുത്തേണ്ടതും പിതൃക്കളെ പ്രീതിപ്പെടുത്തേണ്ടതും അത്യന്താപേക്ഷികമാണ്. കൂടാതെ ഭൈരവസ്വാമിക്ക് ഭസ്മാഭിഷേകം, ഉച്ചാടനം എന്നിവ വളരെ നല്ല വഴിപാടുകളാകുന്നു. ശ്രീകൃഷ്ണ ഭഗവാന് തുളസികാരം ചാർത്തൽ, ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി, കുങ്കുമാർച്ചന എന്നിവ നടത്തുന്നതും മുരുകന് പഞ്ചാമൃത അഭിഷേകം തേടുന്നതും ഒക്കെ മകയിര നക്ഷത്രക്കാർക്ക് നല്ലതാണ്. മാത്രമല്ല മാസത്തിലൊരിക്കലെങ്കിലും ഗണപതി ഹോമത്തിന് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഗണപതി ഹോമത്തിന് കൊടുക്കുന്നതും ഉത്തമമായി കാണുന്നുണ്ട്. തിരുവാതിര നക്ഷത്രക്കാർ 2025 ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും. കാരണം ശനി 9-ലുണ്ട്, വ്യാഴം 12-ലാണ്. അതിനാൽ തന്നെ ആദ്യ പകുതിയിൽ വളരെ ഗുണമായിട്ടുള്ള ഫലങ്ങൾ വരുമെങ്കിലും രണ്ടാം പകുതി അവർക്ക് വളരെ ക്ലേശകരമായിട്ടുള്ള സമയമാണ്. അതോടൊപ്പം തന്നെ അവർ ഏറ്റവും കൂടുതൽ ഭജിക്കേണ്ട ദേവത നാഗദേവതകളെയും ശിവനെയും ആണ്. എന്നിരുന്നാൽ തന്നെ വിവാഹം നടക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം കുറച്ച് പ്രയാസ ഉള്ള സമയമാണ്. എന്നിരുന്നാലും ദേവിക്ക് സ്വയംവരാർച്ചന, വെള്ളപുഷ്പം കൊണ്ട് സ്വയംവരാർച്ചന ചെയ്യിപ്പിക്കുന്നത് വളരെ ഉത്തമമായി കാണുന്നുണ്ട്. മാത്രമല്ല ഗണപതി ഹോമത്തിൻ്റെ കൂടെ തെറ്റിപ്പൂ നെയ്യിൽ മുക്കി സ്വയംവര മന്ത്രം കൊണ്ട് ഹോമിക്കുന്നതും വിവാഹ തടസ്സം നീങ്ങാനായിട്ട് ഉത്തമമായി കാണുന്നുണ്ട്. മാത്രമല്ല കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏവർക്കും ഈ വർഷം ഗുണദോഷ സമ്മിശ്രം, അതായത് ഇപ്പോൾ എങ്ങനെ പോകുന്നു അതുപോലെ തന്നെ പോകാനുള്ളൊരു പ്രവണതയെ കാണുന്നുള്ളൂ. അങ്ങോട്ട് മുകളിലോട്ട് പോകാനുള്ളൊരു സാധ്യതകൾ കുറച്ച് മങ്ങിയ രീതിയിലാണ് കാണുന്നത്. എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദേവി നാഗദേവതകളെ ശിവനെ പ്രീതിപ്പെടുത്തേണ്ടത് തിരുവാതിര നക്ഷത്രക്കാർക്ക് അത്യന്താപേക്ഷികമാണ്. മുരുകന് പഞ്ചാമൃത അഭിഷേകം കൊടുക്കുന്നതും ഈ നാളുകാർക്ക് ഉത്തമമായി കാണുന്നുണ്ട്. പുണർന്ന നക്ഷത്രം 2025 പുണർന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുയോജ്യമായ ഒരു സമയമായി കണക്കാക്കാം. പെട്ടെന്ന് കണ്ട സൗഹൃദത്തിലൂടെ പുതിയ ആശയങ്ങളുമായി പുതിയ ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അത് ശുഭപ്രാപ്തിയിലെത്തുക തന്നെ ചെയ്യുകയും ചെയ്യും. കഠിനമായി ഈ വർഷം അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് ഈ വർഷം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹത്തിനും പുതിയ ഗൃഹനിർമ്മാണത്തിനും വസ്തു വാങ്ങാനും ഒക്കെ അനുയോജ്യമായ സമയമാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഈ വർഷം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ഭൈരവസ്വാമിക്ക് ഭസ്മാഭിഷേകം നടത്തുന്നതും അഷ്ടദ്രവ്യ അഭിഷേകം നടത്തുന്നതും ഒക്കെ നമ്മുടെ ഫലപ്രാപ്തി പെട്ടെന്നാക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മാത്രമല്ല പിതൃസംബന്ധമായിട്ടുള്ള ദോഷങ്ങളോ പരദേവതാ സംബന്ധമായിട്ടുള്ള ദോഷങ്ങളോ ഒക്കെ നീക്കി അവരുടെ പ്രീതിയും കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പുണർന്ന നക്ഷത്രക്കാർക്ക് 2025 വളരെ വളരെ നല്ല സമയമായി കാണാം. പൂയ നക്ഷത്രക്കാർക്ക് 2025 അനുകൂലമായിട്ടുള്ളൊരു സമയമായി കാണുന്നില്ല. ശനിയുടെ ഒരു ദോഷം ഈ പൂയ നക്ഷത്രക്കാർക്ക് വളരെ കാര്യമായിട്ട് ഈ വർഷം വന്നു ചേരും. ആയതുമൂലം എടുത്തുചാട്ടം പെട്ടെന്ന്
ഉണ്ടാകാനുള്ള സാധ്യതകൾ, അതായത് നമ്മൾ ഓവർ കോൺഫിഡൻസ് ഈ പൂയ നക്ഷത്രക്കാർക്ക് ഈ വർഷം അധികമാണ്. അതുമൂലം ധനനഷ്ടത്തിനും മാനഹാനിക്കുമുള്ള സാധ്യതകൾ തെളിഞ്ഞു കാണുന്നുണ്ട്. പൂയ നക്ഷത്രക്കാർ ഈ വർഷം അവരവരുടെ പരദേവതയെ കാര്യമായിട്ട് ഭജിക്കണം. മാത്രമല്ല നീരാഞ്ജനം, ശനിക്ക് നീരാഞ്ജനം കൊടുക്കുന്നതും കാലഭൈരവ സ്വാമിക്ക് ഉച്ചാടനം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നടത്തുന്നതും ഒക്കെ അനുയോജ്യമായി തന്നെ കാണുന്നുണ്ട്. മാത്രമല്ല ഭദ്രകാളിക്ക് കുങ്കുമാർച്ചന നടത്തുന്നതും ഹനുമാൻ സ്വാമിക്ക് വടമാല കൊടുക്കുന്നതൊക്കെ പൂയ നക്ഷത്രക്കാർക്ക് അനുകൂലമായി സമയം ഉണ്ടാകാനുള്ള സാധ്യതകൾ തെളിഞ്ഞ് കാണുന്നുണ്ട്. ആയില്യ നക്ഷത്രക്കാർക്കും ഈ വർഷം അത്ര നല്ല സമയമായിരിക്കില്ല. വർഷ രണ്ടാം പാദത്തിൽ ഗുണദോഷ സമ്മിശ്രം ഉണ്ടാകാനും ഇടയുണ്ട്. ശനിക്ക് നീരാഞ്ജനം, എല്ലാ ശനിയാഴ്ചയും ശനി ഭഗവാന് നീരാഞ്ജനം കൊടുക്കുന്നതും നവഗ്രഹ പൂജയ്ക്ക് കൊടുക്കുന്നതും ഒക്കെ ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഉത്തമമായി കാണുന്നുണ്ട്. ഗൃഹനിർമ്മാണത്തിന് ഈ വർഷം ശ്രമിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. പുതിയ ബിസിനസ്സുകൾ തുടങ്ങുവാനായിരിക്കുന്നവർ അതൊന്ന് രണ്ടാം പകുതിയിലേക്ക്, അതായത് ജൂലൈക്ക് ശേഷം മാറ്റിവെക്കുന്നതായിരിക്കും ഉത്തമം. ഭദ്രകാളിക്ക് മേൽ പറഞ്ഞ പോലെ കുങ്കുമാർച്ചന വളരെ കാര്യമായിട്ട് തന്നെ നടത്തുന്നത് അനുയോജ്യമായി കാണുന്നുണ്ട്. മകൻ നക്ഷത്രക്കാർ 2025 അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മകൻ നക്ഷത്രക്കാർക്ക് 2025 അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് ഈ വർഷം ലഭിക്കാനുള്ള സാധ്യതകൾ മകൻ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. പരദേവതയെ കൂടുതൽ ഭജിച്ചാലും പിതൃസംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ മാറ്റിയാലും മേൽ പറഞ്ഞ പോലെ മകൻ നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സമയമായി നമുക്ക് കണക്കാക്കാം. പൂര നക്ഷത്രക്കാർക്കും ഇതുകൂട്ട് തന്നെയാണ്. മകൻ നക്ഷത്രക്കാരെ പോലെയാണ് ഈ വർഷം 2025 അപ്രതീക്ഷിതമായിട്ടുള്ള പല നേട്ടങ്ങളും അവർക്ക് കൈവരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ മകൻ നക്ഷത്രക്കാർക്ക് പറഞ്ഞതുപോലെ തന്നെയാണ്. പരദേവതയെ സംബന്ധിച്ചിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി, ഇത് സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ഭൈരവസ്വാമിക്ക് ഭസ്മാഭിഷേകം, അഷ്ടദ്രവ്യാഭിഷേകം ഇവ വഴിപാടായി കൊടുത്ത ഭദ്രകാളിക്ക് യഥാശക്തി കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി എന്നിവ ചെയ്ത് ശ്രീകൃഷ്ണ ഭഗവാന് തൃക്കൈവെണ്ണ, കദളിപ്പഴ നേദ്യം ഇവ നൽകി ശ്രീമുരുകന് പഞ്ചാമൃത അഭിഷേകമൊക്കെ നൽകി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള പല നേട്ടങ്ങളും അവർക്ക് കൈവരാൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അതൊക്കെ നീങ്ങും. ഉത്തര നക്ഷത്രം 2025 ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഫലം. ഈ കാലയളവിൽ രോഗമുള്ളവർക്ക് മരുന്ന് ഫലിക്കാനും ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നവർക്ക് പുതിയ ഗൃഹം ഉണ്ടാക്കാനുള്ള സമയം കൂടി ആണ്. അതായത് 2025 ആദ്യ പാദം ഉത്തര നക്ഷത്രക്കാർക്ക് ഗുണകരമാണ്. രണ്ടാം പാദം അവർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഫലം. ഭദ്രകാളിയെ കൂടുതൽ ഭജിക്കുന്നതും പരദേവതയെ കൂടുതൽ ഭജിക്കുന്നതും ഉത്തര നക്ഷത്രക്കാർക്ക് നല്ലതാണ്. നവഗ്രഹ ദോഷത്തിന് നവഗ്രഹ അർച്ചനയോ നവഗ്രഹ പൂജയോ കൊടുക്കുന്നത് ഈ ഉത്തര നക്ഷത്രക്കാർക്ക് ഈ 2025 വളരെ നല്ലതാണ്. അത്ത നക്ഷത്രം 2025 ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഫലം. കൊടുക്കൽ വാങ്ങൽ നടക്കുന്നവർക്ക് ഈ വർഷം അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. അതായത് ബിസിനസ് പരമായിട്ട് ഒക്കെ പ്രവർത്തിച്ച് വരുന്നവർക്ക് ഈ വർഷം അത്ര അനുയോജ്യമായിട്ടുള്ള സമയമല്ല. വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് ഈ വർഷം അത്ര അനുകൂലമായിട്ടുള്ളൊരു സമയം കാണുന്നില്ല. എന്നിരുന്നാൽ കൂടിയും പരദേവതയെ പ്രീതിപ്പെടുത്തുന്നത്, പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്നതും ഒക്കെ ഉത്തമമായി തന്നെ കാണുന്നുണ്ട്. മാത്രമല്ല ഗണപതിക്ക് മാസത്തിലൊരിക്കൽ ഗണപതി ഹോമം കൊടുക്കുന്നത്, ഭാഗ്യസൂക്ത അർച്ചന കൊടുക്കുന്നതും ഒക്കെ ഉത്തമമായി കാണുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്
കദളിപ്പഴ നേദ്യം കൊടുക്കുന്നതും ഭദ്രകാളിക്ക് കടുംപായസം നേദ്യം കൊടുക്കുന്നതും ഒക്കെ അത്തം നക്ഷത്രക്കാർക്ക് ഉത്തമമായി തന്നെ കാണുന്നുണ്ട്. ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രക്കാർക്ക് 2025 ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഫലം. ചിത്തിര നക്ഷത്രക്കാരുടെ സഹോദരങ്ങൾക്ക് ഈ വർഷം സമയം അത്ര അനുകൂലമാവുന്നില്ല. അതായത് അനിയനോ അനിയത്തിയോ ചേട്ടനോ ചേച്ചിയോ ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് അവർ നമ്മുടെ കുടുംബത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള സമയം ആയിട്ട് 2025 കാണുന്നില്ല. കൊടുക്കൽ വാങ്ങലുകൾക്കൊക്കെ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള വിജയം ആദ്യ പകുതിയിൽ കിട്ടുമെങ്കിലും രണ്ടാം പാദത്തിൽ വളരെ ശോചനീയമായിരിക്കും അവസ്ഥ. വിവാഹം പോലുള്ള മംഗളകാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടെങ്കിലും പരദേവതയെ കൂടുതൽ ഭജിക്കുന്നതും പിതൃസംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ തീർക്കുന്നതും ഒക്കെ ഈ കാലയളവിൽ ചിത്തിര നക്ഷത്രക്കാർക്ക് വളരെ ഗുണപ്രദമാണ്. മാത്രമല്ല ഭൈരവ സ്വാമിക്ക് ഉച്ചാടനം അഷ്ടദ്രവ്യ അഭിഷേകമൊക്കെ ചെയ്യുന്നത് ചിത്തിര നക്ഷത്രക്കാർക്ക് അവരുടെ കാര്യങ്ങൾ എളുപ്പമാക്കാനായിട്ട് സാധിക്കും. സ്വന്തം ഗ്രഹം വിട്ട് മറ്റൊരു ഗ്രഹത്തിലേക്ക് ജോലി കിട്ടിപ്പോകാനുള്ള, മറ്റൊരു ഗ്രഹം എന്ന് പറഞ്ഞാൽ വിദേശത്തോ അന്യ നാട്ടിലേക്ക്, അന്യ സംസ്ഥാനങ്ങളിലേക്ക്, അന്യ ജില്ലകളിലേക്ക്, അന്യ ദേശങ്ങളിലേക്കൊക്കെ ആകാം. അതായത് നമ്മൾ ജന്മസ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്ര ഉള്ള സാധ്യത ഈ ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വർഷം കാണുന്നുണ്ട്. അത് വളരെ ഗുണത്തിലായി അവർക്ക് ഭവിക്കുകയും ചെയ്യും. പരദേവതയെ കൂടുതൽ പ്രീതിപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പിതൃസംബന്ധമായിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും മേൽ പറഞ്ഞതുപോലെ ഭൈരവസ്വാമിക്ക് അഷ്ടദ്രവ്യാഭിഷേകം, ഉച്ചാരണം എന്നിവ നടത്തി ഫലപ്രാപ്തി പെട്ടെന്ന് കൈവരിക്കാനുള്ള നടപടികളും കൈക്കൊണ്ട് കഴിഞ്ഞാൽ ചിത്തിര നക്ഷത്രക്കാർക്ക് 2025 നല്ലതായി ഭവിക്കും. ചോതി നക്ഷത്രം 2025 വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കൊടുക്കൽ വാങ്ങുകൾക്ക് നല്ല സമയമാണ്. എന്നിരുന്നാലും കടം കൊടുക്കുന്നതൊക്കെ വളരെ ആലോചിച്ച് ചെയ്യേണ്ടുന്ന ഒരു പ്രവൃത്തിയാണ്. ചോതി നക്ഷത്രക്കാർക്ക് ഈ വർഷം എടുത്തുചാട്ടത്തിലൂടെ ധനനഷ്ടത്തിനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. വിവാഹം, ഗൃഹനിർമ്മാണം പോലുള്ള മംഗളകാര്യങ്ങൾ കുടുംബത്തിൽ നടക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കാനുള്ള ഒരു സമയവും കാണുന്നുണ്ട്. പരദേവതയെ കൂടുതൽ ഉപാസിക്കുകയും പിതൃസംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ തീർക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ വർഷം ചോതി നക്ഷത്രക്കാർക്ക് ഗുണകരമാണ്. മാത്രമല്ല ഭൈരവസ്വാമിക്ക് അഷ്ടദ്രവ്യാഭിഷേകം, ഉച്ചാടനം എന്നിവ നടത്തുന്നതും നല്ലതായി തന്നെ കാണുന്നുണ്ട്. വിശാഖ നക്ഷത്രം 2025 വിശാഖ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കൊടുക്കൽ വാങ്ങലുകൾക്കൊക്കെ നല്ല സമയമാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ഉന്നത പഠനത്തിനായി ശ്രമിക്കുന്നവർക്കൊക്കെ ഈ വർഷം അനുകൂല സമയമായി ഭവിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഈ വർഷം കൈവരിക്കാനുള്ള ഒരു സമയമാണ്. എന്നിരുന്നാലും പരദേവതാ സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ മാറ്റി പരദേവതയെ കൂടുതൽ ഉപാസിക്കുന്നതും പിതൃസംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ മാറ്റി പിതൃബലി ഒക്കെ നടത്തുന്നതൊക്കെ ഈ വർഷം വിശാഖ നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ടതാണ്. ഈ വർഷമൊന്നല്ല, എല്ലാ പ്രാവശ്യവും പരദേവതയും പിതൃക്കളെയും നമ്മൾ സ്മരിക്കാതെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് ഒരു വഴി തെളിയത്തില്ല. അതിനാൽ തന്നെ ഈ പരദേവതയെ ഉപാസിക്കുന്നത് പിതൃദോഷത്തിന് വേണ്ടിയിട്ട് ഉള്ള പൂജകൾ, അതായത് ബലിയിടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒക്കെ ഉത്തമമായി തന്നെ കാണുന്നുണ്ട്. കാലഭൈരവ സ്വാമിക്ക് അഷ്ടദ്രവ്യാഭിഷേകവും ഉച്ചാടനവും നടത്തുന്നത് മൂലം ഇവരുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഫലപ്രാപ്തിയിലേക്ക് എത്താനായിട്ട്
സാധിക്കുന്നതാണ്. മാത്രമല്ല ഹനുമാൻ സ്വാമിക്ക് വടമാല, മുരുകൻ അഷ്ടദ്രവ്യാഭിഷേകം അല്ലെങ്കിൽ പഞ്ചാമൃതാഭിഷേകം ഒക്കെ നല്ലതായി കാണുന്നുണ്ട്. അനിഴം നക്ഷത്രം 2025 വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. എല്ലാ കാര്യത്തിനും തൻ്റെ ഇടവും ധൈര്യവും ഈ വർഷം അവർ പ്രകടിപ്പിക്കും. അവർ പല നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്ന പല നല്ല കാര്യങ്ങളും നടക്കുവാനുള്ള ഒരു സമയമായി ഈ വർഷം കണക്കാക്കാം. അവരെ ഈ കാര്യത്തിലേക്ക് പലരും പുറത്തുനിന്ന് സഹായിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. പരദേവതയെ യഥാശക്തി ഉപാസിച്ച് പിതൃസംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ തീർത്ത് ഭൈരവസ്വാമിക്ക് അഷ്ടദ്രവ്യാഭിഷേകം, ഉച്ചാടനം മുതലായ വഴിപാടുകൾ നടത്തി അനിഴം നക്ഷത്രക്കാർ അവരുടെ പാത ഈ 2025 എന്ന അവരുടെ പാത വെട്ടിത്തെളിക്കാനായിട്ട് ഉള്ള പരിശ്രമങ്ങൾ നടത്താനായി ശ്രമിക്കുക. തൃക്കേട്ട നക്ഷത്രം 2025 വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വശ്യത വളരെ ഏറെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതായത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ സംസാരം മയപ്പെടുത്തി കഴിഞ്ഞാൽ ബിസിനസ് പരമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് 2025 വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വക്കീലന്മാർക്കും ഒക്കെ ഈ വർഷം നല്ല സമയമാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ വർഷം അനുകൂലമായിട്ടുള്ള സമയമാണ്. ഭദ്രകാളിക്ക് സഹസ്രനാമ അർച്ചന കൊടുക്കുന്നതും കടുംപായസം കൊടുക്കുന്നതും ശ്രീകൃഷ്ണ ഭഗവാന് തൃക്കൈവെണ്ണ കൊടുക്കുന്നതും ശിവന് ധാര നടത്തുന്നതും വളരെ നല്ലതായി കാണുന്നുണ്ട്. മൂലം നക്ഷത്രം 2025 വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ്. മൂല നക്ഷത്രക്കാർക്ക് ഈ വർഷം പുറത്തുനിന്ന്, അതായത് ബന്ധുക്കൾ മുഖേനയുള്ള സഹായങ്ങൾ കിട്ടാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ഗൃഹനിർമ്മാണത്തിനായി ശ്രമിക്കുന്നവർക്ക് ബന്ധുക്കൾ സഹായിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പരദേവതാ സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ തീർത്ത് ഇത് സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ മൂലം നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ നല്ല അനുയോജ്യമായിട്ടുള്ള സമയമാണ്. മാത്രമല്ല വിവാഹാദി കാര്യങ്ങളൊക്കെ നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുയോജ്യമായി തന്നെ, അതായത് തൻ്റെ ബന്ധുക്കൾ മൂലം ഇതൊക്കെ നടത്താനായിട്ടുള്ള സമയം കാണുന്നുണ്ട്. പരദേവതയെ കൂടുതൽ ഭജിക്കുകയും ഇത് സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ തീർക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മൂലം നക്ഷത്രക്കാർക്ക് 2025 വളരെ അനുയോജ്യമായി തന്നെ കാണുന്നുണ്ട്. പൂരാട നക്ഷത്രക്കാർക്ക് 2025 ഗുണദോഷങ്ങളാണ് കൂടുതലും കാണുന്നത്. മക്കളെ കൊണ്ട് പൂരാട നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം കാണുന്നുണ്ട്. എന്നിരുന്നാലും ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഉള്ള കുറ്റപ്പെടുത്തലുകൾ ഈ വർഷം അവർക്ക് നേരിടേണ്ടതായിട്ട് വരും. കലാസാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ചതിവ് പറ്റാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഭൈരവസ്വാമിക്ക് ഉച്ചാടനം ചെയ്യുന്നത് മൂലം മേൽപ്പറഞ്ഞ ദോഷങ്ങളൊരു പരിധിവരെ കുറയ്ക്കാനുള്ളത് സാധ്യതകൾ കാണുന്നുണ്ട്. വിവാഹം പോലുള്ള മംഗളകാര്യങ്ങൾ ഈ വർഷം നടക്കാനായിട്ട് കുറച്ച് കാലതാമസങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും അപ്രതീക്ഷിതമായി അതൊക്കെ നടക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഉത്രാട നക്ഷത്രക്കാർക്ക് 2025 ആദ്യ പാദം അനുകൂലവും രണ്ടാം പാദം പ്രതികൂലവുമായിട്ടാണ് വരുന്നത്. വിവാഹാദി കാര്യങ്ങൾ നടക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യപാദം ഗുണമായിട്ട് എല്ലാ കാര്യത്തിനും ആദ്യത്തെ 6 മാസം ശുഭകരമായി തന്നെ ഭവിക്കും. രണ്ടാം പാദം വളരെ ക്ലേശകരമായിരിക്കും. അതുകൊണ്ട് തന്നെ പരദേവത ഏറ്റവും കൂടുതൽ ഉപാസിക്കേണ്ടത് ഉത്തരാട നക്ഷത്രക്കാരാണ്. മാത്രമല്ല ഭൈരവസ്വാമിക്ക് ഉച്ചാടനം, അഷ്ടദ്രവ്യാഭിഷേകം ഇവ നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭദ്രകാളിക്ക് ശത്രുസംഹാരാർച്ചന ചെയ്യുവാനും ശ്രദ്ധിക്കുക. പരമശിവന് കരിക്കഭിഷേകം കൊടുക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. മുരുകൻ സ്വാമിക്ക്
പഞ്ചാമൃത അഭിഷേകം ചെയ്യുന്നതും വളരെ ഉത്തമമായി തന്നെ കാണുന്നുണ്ട്. തിരുവോണ നക്ഷത്രക്കാർക്ക് 2025 ഉയർച്ചയ്ക്കുള്ള ഒരു സമയമായി കാണുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഉള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് നേരിടേണ്ടതായിട്ട് വരും. കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നുമൊക്കെ പ്രതികൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളും ഇവർക്ക് നേരിടേണ്ടതായിട്ട് വരും. ഉച്ചാടനം ചെയ്യുന്നതും നാഗരെ ഭജിക്കുന്നതും ഒക്കെ ഈ തിരുവോണ നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായി കാണുന്നുണ്ട്. മാത്രമല്ല നവഗ്രഹ പൂജ ചെയ്യുന്നതും ഉത്തമമായി തന്നെ കാണുന്നുണ്ട്. അവിട്ട നക്ഷത്രക്കാർക്ക് 2025 ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഫലം. പഠിക്കുന്നവർക്ക് ഏറ്റവും ഗുണകരമായിട്ട് ഭവിക്കുമെങ്കിലും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണകരമായിട്ട് ഭവിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്രതീക്ഷിതമായിട്ട് ധനം കൈവരാനുള്ള സാധ്യതകൾ ഇവർക്ക് കാണുന്നുണ്ട്. എന്നിരുന്നാലും ആ വന്ന ധനം സൂക്ഷിക്കാനുള്ളൊരു പ്രവണത ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ കുറവായിട്ടാണ് കാണുന്നത്. മാത്രമല്ല ചതിവ്, പല വഴികളിലൂടെയും ചതിവ് പറ്റാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. വിവാഹം, പുതിയ ഗൃഹനിർമ്മാണം പോലുള്ള മംഗളകാര്യങ്ങൾക്കുള്ള സാധ്യതകൾ നേരിയ തോതിൽ കാണുന്നുണ്ട്. ഉച്ചാടനം നടത്തുക വഴി ഒരുമാതിരി ഉള്ള ദോഷങ്ങൾ കുറയ്ക്കാനായി ശ്രമിക്കുക. ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി, ഹനുമാൻ സ്വാമിക്ക് വടമാല എന്നിവ വളരെ നല്ല വഴിപാടുകളായി കാണുന്നുണ്ട്. മാത്രമല്ല നവഗ്രഹ പൂജ ചെയ്യുന്നതും വളരെ ഉത്തമമായി കാണുന്നുണ്ട്. ചതയം നക്ഷത്രക്കാർക്ക് 2025 ഗുണകരമായിട്ടുള്ള സമയമാണ്. പഠിക്കുന്നവർക്ക് ഏറെ ഗുണകരമായി ഭവിക്കും. എന്നിരുന്നാലും പരദേവതയെ സംബന്ധിച്ചിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി, സംബന്ധമായിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ചതയ നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. എല്ലാ കാര്യങ്ങൾക്കും ഈ വർഷം ചതയ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. എടുത്തുചാട്ടം മൂലം ധനനഷ്ടത്തിനുള്ള സാധ്യതകൾ നേരിയ തോതിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരദേവതയോ ഇഷ്ടദേവതയോ ഒക്കെ ഭജിക്കുന്നത് അനുകൂലമായിട്ട് തന്നെ കാണുന്നുണ്ട്. കൂടാതെ ഭൈരവസ്വാമിക്ക് ഉച്ചാടനം നടത്തുന്നതും ശിവന് ധാര നടത്തുന്നതും ശ്രീകൃഷ്ണന് തൃക്കൈ വെണ്ണ കൊടുക്കുന്നതും ഭദ്രകാളിക്ക് കുങ്കുമാർച്ചന നടത്തുന്നതും ഒക്കെ ഉത്തമമായി കാണുന്നുണ്ട്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 2025 അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പഠിക്കുന്നവർക്ക് ഉന്നതമായിട്ടുള്ള വിജയത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് പരിശ്രമിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടാനും, പ്രൊമോഷനായിട്ട് കാത്തിരിക്കുന്നവർക്ക് പ്രൊമോഷൻ പെട്ടെന്ന് ലഭിക്കുവാനുള്ള സാധ്യതകളൊക്കെ ഈ വർഷം കാണുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും കുടുംബത്തിൽ നിന്ന് ചെറിയ ചതിവ് കിട്ടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നവഗ്രഹ പൂജ നടത്തുന്നത് ഉത്തമമായി കാണുന്നുണ്ട്. മാത്രമല്ല ഭൈരവസ്വാമിക്ക് അഷ്ടദ്രവ്യ അഭിഷേകം നടത്തുന്നതും ഉച്ചാടനം നടത്തുന്നതും ഉത്തമമായി കാണുന്നുണ്ട്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 2025 കൂടുതലും അലച്ചിലിനായിട്ടുള്ള സമയമായിട്ടാണ് കാണുന്നത്. പല കാര്യങ്ങൾക്കും അവർക്ക് വിജയം കിട്ടുമെങ്കിലും അവർ ഒരുപാട് അലഞ്ഞു നടക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ആദ്യ പകുതി മോശമായിരിക്കും, എന്നാൽ രണ്ടാം പകുതിക്ക് ഗുണകരമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കും. പക്ഷേ ഒരുപാട് അലയേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരദേവത ഏറ്റവും കൂടുതൽ ഉപാസിക്കേണ്ടത് അനിവാര്യമായി തന്നെ കാണുന്നു. ഇത് സംബന്ധമായിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭൈരവസ്വാമിക്ക് അഷ്ടദ്രവ്യാഭിഷേകം, ഉച്ചാരണം, ഭദ്രകാളിക്ക് കുങ്കുമാഭിഷേകം, നവഗ്രഹ പൂജ, ഹനുമാൻ സ്വാമിക്ക് വടമാല
ശ്രീകൃഷ്ണ ഭഗവാന് തൃക്കൈവെണ്ണ, ഗണപതിക്ക് മാസം തോറും ഗണപതി ഹോമം എന്നിവ നടത്തുന്നതും ഉത്തമമായി കാണുന്നുണ്ട്. രേവതി നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായി കാണുന്നില്ല. പരദേവതാ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് പ്രത്യേകം രേവതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം. ഈ വർഷം ഏറ്റവും കൂടുതൽ ഈശ്വര ഉപാസന വേണ്ടത് ഈ രേവതി നക്ഷത്രക്കാരാണ്. കഴിവതും എല്ലാ മാസവും ഏതെങ്കിലും ഒരു പ്രദോഷവ്രതവും അല്ലെങ്കിൽ ഷഷ്ഠി അല്ലെങ്കിൽ ഏകാദശി നോമ്പ് ഇതിലേതെങ്കിലും ഒന്ന് എടുക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതലും ഏകാദശി വ്രതം പോലുള്ള വ്രതങ്ങൾ എടുക്കുന്നതായിരിക്കും ഉത്തമമായി കാണുന്നത്. മാത്രമല്ല കാലഭൈരവ സ്വാമിക്ക് അഷ്ടദ്രവ്യ അഭിഷേകം കൊടുക്കുന്നതും ഉച്ചാടനം നടത്തുന്നതും വളരെ ഉത്തമമായി കാണുന്നുണ്ട്. ദുർഗാ ഭഗവതിക്ക് ഭാഗ്യസൂക്ത അർച്ചന ചെയ്യുന്നതും ഉത്തമമായി കാണുന്നുണ്ട്. നന്ദി, നമസ്കാരം.